നമ്മളിവിടെ എത്തുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിലൊരു എന്തോന്നില്ലാത്തൊരു എന്ത് പറയാൻ അതിന് അങ്ങനെ ഒരു ഫീലാണ് കേട്ടോ. അത് നമ്മൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. വിശ്വസിക്കാത്തവർക്ക് ഇതൊന്നൊരു ബാധകമല്ല. അത് നിങ്ങൾ എടുക്കേ വേണ്ട. ഇതാണ് നമ്മുടെ ഈ മൊഹീദ്ദീൻ പള്ളി. ജിന്നുകൾ എടുത്ത പള്ളി എന്നാ പറയുന്നത്. ഒറ്റ രാത്രി കൊണ്ട് 7 കുളവും ഈ പള്ളിയും ജിന്നുകൾ എടുത്തുന്നാണ്. അങ്ങനെ ഒരു ചരിത്രമുണ്ട് ഇതിന്. കുളിക്കാനും പറ്റും. ഇതിൽ നിന്ന് ഇറങ്ങി കുളിക്കാൻ പറ്റില്ല. വെള്ളം ബക്കറ്റിലോട്ട് എടുത്തിട്ട് പുറത്ത് നിന്നിട്ടാണ് കുളിക്കേണ്ടത്. കാരണം ഇത് കുടിക്കുന്ന വെള്ളമാണ്. നമ്മളൊരു വിശ്വാസമാണ് കേട്ടോ. വിശ്വാസം ഇല്ലാത്തവർക്ക് ഇത് തള്ളിക്കളയാം. വിശ്വസിക്കുന്നവർക്കുള്ള ഒരു ഇൻഫർമേഷനാണ്. പോയി പക്ഷെ നിലത്ത് പോകാൻ പാടില്ല കേട്ടോ. കടലിന്റെ അടുത്താണിത്. എന്നാലും അത്ര ഉപ്പില്ല. നടുക്ക് നേരെ കടലിൽ നിന്ന് ആ തിര കടൽക്കരയിൻ്റെ അവിടെ തന്നെയാണ്. പക്ഷെ ഉപ്പൊന്നുമില്ല. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആട്ടുകട്ടിൽ അടിപൊളി. അപ്പോൾ രാവിലെ തന്നെ റെഡിയായിട്ട് ഞാൻ ഇന്ന് ഇറങ്ങി. അപ്പം നാളെ ഒരു ദിവസമേ ഉള്ളൂ. 20-ാം തീയതി വെസൽ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ വെസൽ ഉണ്ടെങ്കിൽ ഞാൻ നേരെ കൊച്ചിയിലോട്ട് പോകും. അപ്പോൾ എൻ്റെ കൂടെ ഉള്ള ഡോക്ടേഴ്സ് ടീം ആന്ധ്രത്തിലും പോകും കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാനുണ്ട്, കവർ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹന്നയായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഹന്നയുടെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇതാ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഊഞ്ഞാൽ പിന്നെ നമ്മളെ വീക്ക്നെസ് ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതാണ് നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ കാറ്റും കൊണ്ട് ഇതാ മേലെ ഫാനുണ്ട്. ഫാനും കിട്ട കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കാറ്റും കൊണ്ടിട്ടൊക്കെ ഇങ്ങനെ. രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല ചൂടാണ് ഇവിടെ. രാത്രി നല്ല മഴയായിരുന്നു. ഒരു 3:30-4 സമയത്ത് അടിപൊളി മഴയായിരുന്നു. അപ്പം നല്ല ഉറക്കത്തിൻ്റെ ടൈം ആയതുകൊണ്ട് ഒന്ന് എണീക്കാനോ മഴയെ ഒന്ന് ആസ്വദിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഈ കോമളം ഭാഗവും പിന്നെ മൊഹീദ്ദീൻ പള്ളി ആ ഭാഗവും അങ്ങനെ കുറച്ച് കവർ ചെയ്യാൻ വന്നിട്ടാണ് രാവിലെ തന്നെ ഇറങ്ങി. ഇന്നത്തെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. നാളെ ചെറിയ ആയിരെന്ന് പറഞ്ഞാൽ ഒരു ആൾതാമസം ഇല്ലാത്ത നാടാണ്. അപ്പോൾ അവിടെ രാവിലെ പോകണം. രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമേ വരുള്ളൂ. അപ്പോൾ ഞങ്ങളിതാ ഇവരൊക്കെ റെഡിയായി, ഉമ്മയും മോളൊക്കെ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇറങ്ങട്ടെ. ഇതാണ് നമ്മുടെ ഈ മൊഹീദ്ദീൻ പള്ളി. അപ്പോൾ മൊഹീദ്ദീൻ പള്ളിയിലൊരു ജിന്നുകൾ എടുത്ത പള്ളി എന്നാ പറയുന്നത്. ഒറ്റ രാത്രി കൊണ്ട് 7 കുളവും ഈ പള്ളിയും ജിന്നുകൾ എടുത്തു എന്നാണ്. അങ്ങനെ ഒരു ചരിത്രമുണ്ട് ഇതിന്. ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം വന്നിരുന്നു ഇവിടെ. ഇതാ ഇത് കണ്ടോ ഈ വട്ടം. ഇത് ചവിട്ടി കയറാൻ പാടില്ല എന്ന്. കാരണം അതൊരു വിശ്വാസമാണ്. നമ്മളെ ലക്ഷദ്വീപിലുള്ള വിശ്വാസമാണ്. ഇത് അപ്പമൊക്കെ കൊണ്ടുവരില്ലേ അമ്മ പള്ളിയിലേക്ക് നേർച്ചയൊക്കെ. ആ അപ്പം കൊണ്ടുവരുന്ന ടൈമിൽ ആ അപ്പം വീണ ഒരു അടയാളമാണത്. അപ്പം അത് ചവിട്ടിയിട്ട് കയറാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം 7 കുളം. ഇതൊരു കുളമുണ്ട്. ഇതൊരു കുളം. ഇതൊരു കുളം. ഇതൊരു ചെറിയ കുളം. ഈ കുളത്തിൽ നിന്ന് ആ കുളത്തിലേക്ക്, ആ കുളത്തിൽ നിന്ന് ഈ കുളത്തിലേക്ക് അടിയിലൂടെ പോകാന്നാ പറയുന്നത്. അപ്പൊ ആ വാളിലൂടെ, വാളിന്റെ അടിയിലൂടെയാ. വാളിന്റെ ഈ രണ്ടിന്റെ ഇടയിൽ ഒരു വാളുണ്ട്. അതിന്റെ ഇടയിലൂടെ അപ്പുറം ഇപ്പുറം പോകാന്നാ പറയുന്നത്. പിന്നെ മറ്റേ കുളം ഇത് 3 കുളം. 3ാമത്തെ കുളം. ഇത് 3ാമത്തെ കുളം. അപ്പം എന്നെ ഗൈഡ് ചെയ്യുന്നത് ഉമ്മയും മോളുമാണ് കേട്ടോ. ഹന്ന, നാജിറ. അവളെ കുട്ടികളെല്ലാം കളിച്ച സ്ഥലം പോലും
ആണോ? ചെറിയ ചെറിയ ബിൽഡിങ്ങിൽ. ഈ സ്ഥലം അവരെ കുട്ടികൾ കളിച്ച സ്ഥലമാണെന്ന് അറിയുന്നുണ്ട്. ഇതാണ്ട തേങ്ങ കൂട്ടിയിട്ട് ഇതൊരു വേറൊരു വൈബാണ് കേട്ടോ നമ്മളെ ദ്വീപിൽ കാണുന്നത്. ഈ കുളം സ്ത്രീകൾക്കുള്ളതാണ്. പോണ്ട് റിനോവേഷൻ, അത് റിനോവേഷൻ അവിടെ എഴുതി വെച്ചിനല്ലോ. വൃത്തിയാക്കിയത് നേരത്തെ അതെന്നെ ഈ കെട്ടിയത്. അത് വേറെ, അത് ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിലുള്ളതാണ്. ഇപ്പൊ 4 കുളമായി ഇല്ല, 4ാമത്തെ കുളം. ഇതാണ് ഇതിന്റെ കവാടം. ഇത് കവാടം നമുക്ക് തുറക്കാം. ഇപ്പം ളുഹർ ബാങ്ക് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പം തിരക്കില്ലാത്തത്. മഗ്‌രിബ് ടൈമിൽ നല്ല തിരക്കുണ്ടാവും ഇവിടെ. അപ്പം ഇവിടെ നമുക്ക് ഖബർ വൈക്കിൻ്റെ മയത്തടക്കിൻ്റെ ഇത് കുള്ളിക്കര പള്ളി കഴിഞ്ഞോളാം. പള്ളി കഴിഞ്ഞോളാം കുളിക്കരാണ്. അവിടെ നമുക്ക് കയറാം. പിന്നെ ഇവിടെ ഒരു കുളമുണ്ട്. ഇപ്പം 4 1 5 കുളം. മറ്റേ 2 കുളം അവിടെ. ഇത് വലിയ കുളമാണ് കേട്ടോ. ഓ, ഇതും അവരൊരു പഴയ ഒരു കെട്ടിടം അല്ലേ അത് കാണുന്നത്. അതിൻ്റെ അകത്തൂടെയും വരാം. ഇത് ഈത്തപ്പന ഇവിടെ കായ്ക്കുന്നില്ല, പക്ഷെ ഇത് കടൽക്കാറ്റടിക്കുന്നതുകൊണ്ടാണോന്ന് അറിയില്ല. ഇവിടെ ഈത്തപ്പന ഉണ്ടാകുന്നില്ല. പക്ഷെ ഏതോ ഒരു നാട്ടിൽ ഈത്തപ്പന ഉണ്ടായിട്ടുണ്ടല്ലോ. അമ്മേനിയാ? ആ, ഞാൻ ഏതോ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. മിനിക്കോ ഇല്ല, അമ്മേനിയായിരിക്കും. എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് കുടിക്കാൻ പറ്റും. കുളിക്കേണ്ടതോ കുടിക്കേണ്ടതോ? ആ, അതാണ്. ഇതിൽ കുളിക്കാനും പറ്റും. ഇതിൽ ഇറങ്ങി കുളിക്കാൻ പറ്റില്ല. വെള്ളം ബക്കറ്റിലോട്ട് എടുത്തിട്ട് പുറത്ത് നിന്നിട്ടാണ് കുളിക്കേണ്ടത്. കാരണം ഇത് കുടിക്കുന്ന വെള്ളമാണ്. നേർച്ചയൊക്കെ നമ്മളൊരു വിശ്വാസമാണ് കേട്ടോ. വിശ്വാസം ഇല്ലാത്തവർക്ക് ഇത് തള്ളിക്കളയാം. വിശ്വസിക്കുന്നവർക്കുള്ള ഒരു ഇൻഫർമേഷനാണ്. അപ്പോൾ ഇതാ ഈ മഗ് കൊണ്ട് ഇങ്ങനെ കോരും. ഞാനൊന്ന് കുടിക്കട്ടെ. നമുക്കെല്ലാം വിശ്വാസമുണ്ട്. ഇങ്ങനെ കോരിയിട്ട് കൈ കൊണ്ടാ ഇങ്ങനെ കടഞ്ഞു കുടിക്കാം. ഇങ്ങനെ തന്നെ കുടിക്കും. പോയി. പക്ഷെ നിലത്ത് പോകാൻ പാടില്ല കേട്ടാ. നമ്മളൊരു കുടിച്ചോ. പിന്നെയും അങ്ങനല്ല, കടലിന്റെ അടുത്താണിത്. എന്നാലും അത്ര ഉപ്പില്ല. നടുക്ക് നേരെ കടലിന് ആ കടൽക്കരയിന്റെ അവിടെ തന്നെയാണ്. പക്ഷെ ഉപ്പൊന്നുമില്ല, കുടിക്കാൻ പറ്റും. ചില സമയത്ത് നല്ല ഉപ്പായിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഉപ്പൊന്നുമില്ല അല്ലേ? കിണറ്റിലെ വെള്ളം പോലെ. അന്യം കുറച്ച് ചൂടാറിയ വെള്ളം പോലെ. ആ, അന്നായിരുന്നു ഓടിച്ചു, ഞങ്ങളെല്ലാം നിന്ന് ഓടിച്ചു. ഇതെവിടെ നിർത്ത്.
ഈ വെള്ളം ഇവിടെ കുടിക്കാൻ നിറച്ച് വെക്കുന്നതാണ്. ഇത് പള്ളി, ഇത് പള്ളിയാണ് കേട്ടോ. ഇത് പ്രയറിന് വേണ്ടിയിട്ട് അമ്മ നിസ്കാരത്തിനാകുമ്പോൾ ഒന്നു കൊടുക്കുന്നത്. അത് ഷെഡാണ്. നമ്മൾ ആണ്ട് നേർച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നില്ലേ, അത് നേർച്ചക്കുള്ള ചോറെല്ലാം ഉണ്ടാക്കുന്ന ഷെഡാണ്. ഇതൊക്കെ ഖബർസ്ഥാനാണ്. പഴയ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇത് ഈ പള്ളീൻ്റെ ഒപ്പം തന്നെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? വേണ്ട കാലത്ത് ഇതൊക്കെ ഇവരിങ്ങനെ അന്നേ ഉണ്ടല്ലോ അല്ലേ? ഇത് ഈ കമ്പൗണ്ട് എല്ലാം ചിന്നുകൾ കെട്ടിയെന്നാ പറയുന്നത്. നമ്മളെ മനുഷ്യന്മാരൊന്നും അല്ല ഇത് ഉണ്ടാക്കിയത്. ഇത് രാത്രി നേരം വെളുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇതൊക്കെ റെഡിയായിരുന്നു. പള്ളിയും കമ്പൗണ്ടും ഈ കുളവും ഒക്കെ. അപ്പം ഇതാണ് നമ്മുടെ ഈ അന്നത്തെ കുളം. കണ്ട, എല്ലാം നല്ല ക്ലിയർ വാട്ടറാണ്. മാഷാ അല്ലാഹ്. അതിൽ കയറിയിട്ടൊന്ന് ഇതാക്കാം. കുളിക്കരയിൽ അവിടെ ഒക്കെ വേണ്ട കൊപ്ര കുത്തുന്നതാണ് അവിടെ. ഉണക്കം വെച്ച വേണ്ട കൊപ്രൻ്റെത്. അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇതിൽ വരാം. കൊപ്ര ഉണക്കാൻ വെച്ചതാണ്. ഉണങ്ങിയത് ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പം ഇത് കുത്തിയിട്ട് പുതിയത് വെച്ചിട്ടുണ്ട്. ചിരട്ട ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. നമുക്ക് ഒരു സ്പിരിച്വൽ ഉണ്ടില്ല. പള്ളീൻ്റെ ബാക്കിലൂടെ ഒക്കെ പോയിട്ട് അതിൽ വരാം. പക്ഷെ നമ്മളിവിടെ എത്തുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിലൊരു എന്തോന്നില്ലാത്തൊരു, എന്ത് പറയാൻ, അതിന് അങ്ങനെ ഒരു ഫീലാണ് കേട്ടോ. അത് നമ്മൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. വിശ്വസിക്കാത്തവർക്ക് ഇതൊന്നൊരു ബാധകമല്ല. അത് നിങ്ങൾ എടുക്കേ വേണ്ട. ഇത് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ഇതിപ്പോൾ ഇതിൽ കയറിയിട്ട് നമുക്ക് കടപ്പുറത്തെത്താവുന്നു. അടിപൊളി സ്ഥലം. ഇറങ്ങണ്ടല്ലേ? ഇതാണ് ഈ കടപ്പുറവും ഈ കടപ്പുറവും പള്ളിയും തമ്മിലുള്ള ഇത്രയും വ്യത്യാസത്തിലാണ് ഈ പള്ളി കെട്ടിയത്. നമ്മളുടെ ലക്ഷദ്വീപുകാരുടെ ഒരു വിശ്വാസമാണ് കേട്ടോ ഇത്. ആണ് പള്ളി കഴിഞ്ഞ കുളിക്കര. അസ്സലാമലൈക്കും. ലൈറ്റ് പേര് നോക്കാൻ ആൾ വേണം. പിന്നെ CBI ഫേര കവർ ചെയ്തുകൊണ്ട് ഇങ്ങ് പോകേണ്ടതാണ്. ഇത് ഗോട്ട് ഫാം. ഇതിനൊക്കെ ആരോ കളിന കേൾക്കുന്നുണ്ട്. കോഴിയും ആടിൻ്റെ ഫാം. നാട്ടുപ്രദേശങ്ങളിലൂടെ ഒരു യാത്ര. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ കൽപ്പേനിലെ ഫീര ഫാക്ടറിയിലേക്കാണ് പോകുന്നത്. ഇതാണ് ഫീര ഫാക്ടറി. നോക്കാം അവിടെ അകത്തെന്തൊക്കെ ഉണ്ടെന്ന്.
കുളിച്ചിട്ട് ചകിരിയുണ്ട് കൂട്ടിയിട്ടത്. തേങ്ങ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പം തേങ്ങ നാട്ടാറിൽ നിന്ന് എടുക്കുന്ന നാട്ടാറിൽ തേങ്ങ വാങ്ങിക്കലവർ വില പറഞ്ഞിട്ട് ഭയങ്കര സൗണ്ട് പീസ് പീസാക്കി ഇതങ്ങ് വരെ ഉണ്ട്, 5 എണ്ണം ഉണ്ട്. അത് മെഷീൻ ഇങ്ങനെ ഒറ്റയടിക്ക് പിടിപ്പിച്ചാണ്. വേണ്ട ഓ ഇങ്ങനെ കൊപ്ര ഉണക്കുന്നത്. ഇതൊക്കെ കൊപ്രയാണ് കേട്ടോ എടുത്ത് വെച്ചത്. വിർജിന. ആ ശരി, മേടിച്ചിന വിർജിനെ. ഇതാണ് വിർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്ന മെഷീൻ. അത് മൂടി വിട്ടിരുന്ന ഇപ്പം സ്റ്റോക്ക് തീർന്ന് ഞാനൊന്ന് വാങ്ങിയിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഇത് മാത്രമേ ഉള്ളൂ കണ്ട, ക്ലിയർ വാട്ടർ പോലെയല്ലേ. മാഷാഅല്ലാ. കോൾഡ് സിസ്റ്റം പ്രസ്സിംഗ് മെഷീനാണ്. ചിരക്കുന്നത് ഇതിലിട്ട് വറുക്കും. ചൂടാക്കും. അധികം ചൂടാക്കില്ല. അധികം ചൂടാക്കിയാല് ഇത് ഹാഫ് ഡ്രൈ അതിന്റെ ആ ഒരു വെള്ളമയം വറ്റും വരെ ഇതും വരെ വെള്ളത്തിന്റെ മോയ്സ്ചർ പോകാൻ 65 ഡിഗ്രി ചൂടില് ചൂടാക്കിയെടുക്കും. എന്നിട്ട് ഇതിലോട്ട് മാറ്റും, ഈ മെഷീനിലോട്ട് മാറ്റും. ഇത് മൂടി വിട്ടതുകൊണ്ടാണ് തുറക്കണ്ടെന്ന് പറഞ്ഞത്. ഞാനല്ല, എന്റെ ഒരു സയന്റിസ്റ്റ് ഉണ്ട്. ഓക്കെ, അവരിപ്പ ഇല്ല. അഗ്രികൾച്ചർ സയന്റിസ്റ്റ് ആണ് മുല്ലപ്പ. ഇതിൽ പീര ഇട്ടിട്ട് ഇതിൽ പീര ഇട്ടിട്ട് ഇവിടെ ഒരു പ്രസ്സിങ്. ഇത് ഞാനിത് അല്ല പൊട്ടി, അത് പ്രശ്നമില്ല. അതിന്റെ പ്രോസസ്സിങ് പറഞ്ഞാൽ മാത്രം. ഇതില് ഒരു ഇതോടെയാ ഞാൻ പ്രസ്സിങ് അതിനാ ബട്ടണില്ല. ഇതില് ഒരു ഇതായി ഇവിടെ പ്രസ് ചെയ്യുമ്പോ ഇവിടെ ഓയിൽ വരും. എപ്പോഴത്തെ ഇപ്പുറത്താണ്. ഓയിൽ വന്ന് ഇത് ഡബ്ബ വെച്ചിട്ട് അതൊന്ന് കളക്ട് ചെയ്തിട്ട് ബോട്ടിലോട്ട് ഇതേപോലെ ഉള്ള ബോട്ടിലേക്ക് ആയി വരുന്നതാണ്. ഇതൊക്കെ ഇങ്ങനെ നാട്ടുകാരിൽ നിന്ന് വാങ്ങുന്നതാണ് തേങ്ങ. ഡ്രയർ മെഷീൻ. ഇത് കൊപ്ര കട്ടിങ്. അത് കണ്ടിട്ടുണ്ട് ഇപ്പൊ. മെയിൻ ആ
ഹലോ അതന്നെ. ഓയിലും വാങ്ങി ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് ആന്ധ്രത്ത്. കാച്ചി സിസ്റ്റം വേണ്ട, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കളിഞ്ഞത് ഒന്ന് നാട് ചുറ്റി കാണിട്ടുണ്ട് അടിച്ച് നടക്കുന്നത്. എപ്പോഴും വണ്ടി വെച്ചില്ലേ ചുറ്റിന്റെ, അപ്പൊ ഒന്ന് നടക്കിട്ടുണ്ട് മേടിച്ച് നടക്കുന്നേ. ഏത് ഉരിഞ്ഞെടുത്തൊക്കെ ഉണയിപ്പുണ്ട് ഫുല്ലാണ്ട് അമ്മനിപ്പുല്ലുണ്ട്. ഇതിനെ പേര് അമ്മനിപ്പുല്ലാണ്. നിങ്ങളെ നാട്ടിൽ എന്താ ഇതിന് പറയുന്നത്? ഇത് തളിതാമ എന്ന് പറയും. ആയുർവേദിക്കില് മെഡിസിനാണ്. നമ്മളെ ലക്ഷദ്വീപ് മൊത്തം മെഡിസിൻ്റെ ഒരു നാച്ചുറലാണ് കേട്ടോ, നാച്ചുറൽ പ്രോഡക്റ്റ്. ഇതുണ്ടല്ലോ, ഇത് തളിതാമന്റെ. ഇത് തളിതാമ അല്ലേ? ഇത് വേനൽപ്പച്ചയാ? അമ്മേനിപ്പുല്ല്. ഇത് എന്താ ഇതിന്റെ ഉപയോഗം? മുറിവിനൊക്കെ നല്ലതെന്ന് അറിയുന്നുണ്ട് കേട്ടോ. നാടൻ മെഡിസിനാണ്, നാട്ടുവൈദ്യം. അപ്പൊ ഈ തളിതാമ അത് എന്തിനുള്ളതാണ്? വെള്ളം കുടിച്ചാ ഇത് ഇട്ട് തിളപ്പിച്ചിട്ട വെള്ളമാണോ? ഇത് ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ നീരൊക്കെ കുറയുന്നാ പറയുന്നത്. അപ്പൊ ശരീരത്തൊക്കെ ബെനിഫിറ്റ് ഉള്ള 2 ചെടികളാണ്. അപ്പൊ എന്റെ ദ്വീപില് മെഡിസിന്റെ കൂമ്പാരാണ് കേട്ടാ. ആണോ? പോകല്ലേ. ഇതുണ്ടല്ലോ, ഇതിന്റെ ഈ സീഡുണ്ടല്ലോ, ഇത് നമ്മളെ ഡ്രസ്സിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. തെരണ്ടിവാൽ എന്നാ പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കും. നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഡ്രസ്സിലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പം നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടാവും. ഇതിനെ എന്ത് പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിന്റെ ഇല എന്തിനുള്ളതാണ്? പൈൽസ്. പൈൽസിനൊക്കെ നല്ലതാണ്. ഉപ്പേരിയാക്കിയിട്ടും അരച്ചിട്ടും ഒക്കെ മെഡിസിനായിട്ട് കഴിക്കാൻ പറ്റും. അപ്പം ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ അറിവുകളാണെങ്കിലും വലുതാണ് കേട്ടാ. അപ്പം നാടൻ രീതിയിലുള്ള നാടൻ വൈദ്യം. രസമല്ലേ ഇതാ? ആടിനൊക്കെ ഇങ്ങനെ വിട്ടതാ. അന്ന് ഓല കെട്ടിക്കൊടുത്തിട്ടുണ്ട്. രസമല്ലേ കാണാൻ? ഇങ്ങനെ വീഡിയോ കാണുമ്പോഴാണ് അതിനെ ഭംഗി ചോലി. ഹരണ്ടാകും കടച്ചക്ക. ചക്കോടാണ് കാഴ്ച കാണുന്നാണ്ടല്ലോ. ഇതാണ് സോളാർ. കേറാൻ കളിയാ? സോളാർ പ്ലാന്റ് ഉള്ളത്. അത്തിപ്പളം മരം ഉണ്ട് ഇവിടെ. കായ്ച്ചിനല്ലോ. ഓടി ഓ ഈ അത്തിപ്പള പണ്ട് കാലത്ത് വീണ എടുക്കണ്ട. എനിക്ക് ഇതാ കളത്ത് കിടന്നിന് അത്തിപ്പളന്മാരെല്ലാം ഇപ്പൊ ഇല്ല. എന്റെ പണ്ടത്തെ മാതിരി അപ്പൊ തന്നെ ഉറങ്ങിക്കോളൂ. തൊട്ടാ മതി. ഇല്ല വെള്ളമൊക്കെ വെള്ളം ഉണ്ടല്ല ഇങ്ങനെ നടപ്പാന്. അല്ലെങ്കിൽ ഈ നാടെത്തിക്കഴിഞ്ഞാണ്ടില്ല. ഞാൻ ഈ കാട്ടിലും തോട്ടിലും എല്ലാം കണ്ടിട്ടുണ്ട്. ഞങ്ങളെ പേരേനെ നേരെ ബയ്യലില്ല. ഇതുപോലെയാണ്. ഇവിടെയൊക്കെ പിന്നെ നല്ല തണുപ്പുണ്ടില്ല. തണുപ്പുണ്ട്. അടിപൊളി. ആട്ടുംകൂട്ടെല്ലാം പോയേ. ക്ലാസ് കഴിഞ്ഞാ നാളെ ബൈ.
ഇതാണ് കൽപ്പേനിലെ കോമളം ബീച്ച്. ഇത് കണ്ട തോട് കയറിയ പോലെ കടൽ വെള്ളം തന്നെയാണ്, അടിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇങ്ങനെ കടൽ അടിച്ച് മുകളിലോട്ട് കയറുന്നതല്ല കേട്ടാ. ഇത് ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഇന്നലെ വന്ന് ഇവിടെ ചായ ഒക്കെ കുടിച്ചിട്ട് പോയതാണ്. പക്ഷെ അടിപൊളി നല്ല വൈബാണ്, രസമുണ്ട്. എനിക്കങ്ങനെയാണ്, ദ്വീപിൽ വന്നാൽ പിന്നെ പോകാൻ തോന്നില്ല, അത്രയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ് എൻ്റെ ലക്ഷദ്വീപ്. നാട്ടുവിശേഷം പറഞ്ഞിട്ട് ആസർക്ക് തോരണെങ്കിൽ ആസർക്ക് വരില്ല. ഓ നീളമുള്ളത് ചെടിയുടെ വേറെ ഏതും പിടിയില്ല. കുറച്ച് മീനുണ്ട്. പിന്നെ ഇത് എന്തെന്നറിയോ, ചോറ് വെച്ചിട്ട് ബാക്കിയൊക്കെ ഉണ്ടാകുമ്പോൾ കളയണ്ടതിന് ഇതുപോലെ ഉണക്കിയിട്ട് വെക്കാം. എന്നിട്ട് ചായക്ക് നല്ല സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കണ്ട. അത് പൊരിച്ചിട്ട് ശർക്കരയിൽ വിളയിച്ചാൽ മതി, അടിപൊളി ടേസ്റ്റാണ്. പൊരി പോലെ തന്നെ അവരുടെ പൊരി ഉണ്ട്. ഇത് പൊരി പൊടിച്ചു പൊടിച്ചിട്ടാവില്ല. ഇപ്പൊ പൊതുവെ പൊരി ഇങ്ങനെയാണ്, പാട്ടനാണ്. മുളകെല്ലാം ഇങ്ങനെ കൊലച്ച് മുളക്. ഇത് കുറുമട്ട വളത്തിനെയാ വളർത്തുന്നു. വീണ് കിടന്ന തളി വീണ് കിടന്ന കുറുമട്ട. നിങ്ങളവിടെ നൊട്ടിയാ ഗോൾഡൻ പറയുന്ന അത് നീ വളക്കുന്ന ഞാൻ മുളകെല്ലാം വളർത്തണുമ്പോളിന്റെ ഫറിപ്പരിയ ബെറ്റെല്ലാം ഉണ്ട്. പയറ് അതിനമ്മ അങ്ങനെ കോമളം എല്ലാം കറങ്ങി ഞങ്ങളിങ്ങനെ ഇടുന്നു. ഇപ്പോൾ എല്ലാവർക്കും കൽപ്പിൻ്റെ ഒരുവിധ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അത് ആരിഫാൻ്റെ വീട്ടിലാണ് കേട്ടോ. ആരിഫാൻ്റെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ടെറസിൻ്റെ മുകളിലെ കൃഷിയൊക്കെ കണ്ടില്ലേ. അത് കഴിഞ്ഞിട്ട് പ്രകൃതി സ്നേഹികളാണ് കേട്ടോ അവിടെ, വാപ്പയും മക്കളും എല്ലാം ഒരേപോലെ. പിന്നെ ആരിഫാൻ്റെ അവിടെ നിന്ന് പിന്നെ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടാ. അപ്പോൾ അന്ന് ഉച്ചക്ക് ലഞ്ച് റജീനൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. റജീനൻ്റെ ഇജിയാൻ്റെ അടുത്തായിരുന്നു, ഉമ്മാൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ നേരെ ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്. അപ്പോൾ കൽപ്പേനിലെ ഓരോ വീഡിയോസും നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. വരെ ബൈ.